ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന മടി, അലസത ഇവയൊക്കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി. മടിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള മടികളൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ മടി, പഠിക്കാൻ മടി, കുളിക്കാൻ മടി, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നതിന് മടി, അങ്ങനെ എല്ലാ കാര്യത്തിനും മടി ഉള്ള ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എല്ലാവർക്കും ഓരോ മടികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു മടി. ഇന്നിപ്പോൾ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് എഴുതാൻ വയ്യ, നാളെ എഴുതാം എന്ന് വെച്ച് മാറ്റി വെക്കും. ഇന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം ചെയ്യാൻ വയ്യ, നാളെ ചെയ്യാം. ഇങ്ങനെ നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നാളത്തെ ജോലിയും ഇതും കൂടെ ആകുമ്പോഴത്തേനും ഒരുപാട് ജോലിയാവും. അപ്പോഴത്തേനും നമുക്ക് പിന്നെ അലസതയാവും. ഇതൊന്നും ചെയ്താലും തീരത്തില്ല, ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത വരും. പിന്നെ അത് വലിയ അലസതയിലേക്ക് പോകും. ഈ മടി മാറ്റാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരവർ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അവരവരുടെ മടി മാറാൻ പറ്റുള്ളൂ. നമുക്കിത് എങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഇങ്ങനെ മടിച്ചിരുന്നാൽ പറ്റില്ല എന്നൊരു ചിന്ത നമ്മളിൽ തന്നെ ആദ്യം വരണം. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കാൻ പഠിക്കുന്നത് തന്നെ ഒരു ഏറ്റവും വലിയ മടി മാറാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമ്മൾ അല്പം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ അല്പം മടിയൊക്കെ തോന്നും. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഇത്രയും ഉറക്കത്തിൽ കിടക്കുമ്പോൾ എണീക്കുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരും. പക്ഷേ ഒരു ദിവസം അങ്ങ് എഴുന്നേൽക്കാമോ, 2 ദിവസം എഴുന്നേൽക്കാമോ, 3-ാമത്തെ ദിവസം നമ്മൾ തനിയെ എഴുന്നേറ്റുള്ളൂ. അല്ല അലാറം വെച്ച് കിടന്ന് രാവിലെ കണ്ണും അടച്ചുകൊണ്ട് അലാറം അങ്ങ് ഓഫ് ചെയ്യും, പിന്നെയും കിടന്ന് ഉറങ്ങും. പിന്നെ ഭയങ്കര ഒരു ഉറക്കത്തിലോട്ട് പോയിട്ട് ഒത്തിരി സമയം ലേറ്റായിട്ട് എന്ന് എഴുന്നേൽക്കുന്നതിനേക്കാളും താമസിച്ചേ പിന്നെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം നമ്മളൊരു ചിട്ടയായിട്ട് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചാൽ കൃത്യം 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരും. ഇപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ആൾക്കാർ തന്നെ ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് നാളെ രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് അലാറം വെച്ച് എത്ര തുറക്കാത്ത കണ്ണും തുറന്ന് രാവിലെ എഴുന്നേറ്റ് പോകും. അതിന് അവർക്കുള്ള ആവശ്യം അതാണെന്ന് അവർക്കറിയാം. ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എഴുന്നേൽക്കും. അതേസമയം പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അവർ എഴുന്നേൽക്കത്തുമില്ല. അവർക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഉറക്കം. അതെന്താ? ആവശ്യമില്ല. അപ്പോൾ നമുക്കെന്താ ജീവിതത്തിൽ ഒരാവശ്യം ഉണ്ടെങ്കിൽ എഴുന്നേൽക്കും. ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകേണ്ടവരൊക്കെ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും വീട്ടിലെ ചെയ്തിട്ടല്ലേ അമ്മമാരെല്ലാം ജോലിക്ക് പോകേണ്ട അച്ഛന്മാരായാലും അവർ ചെയ്യുന്നത്. അതുപോലെ രാവിലെ സ്കൂളിൽ പോകേണ്ട ജോലിക്ക് ഒരു ദൂരെ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകും. അത് അവർക്ക് ആ മടി ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് പോയേ പറ്റൂ എന്നൊരു ആവശ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ആവശ്യം വേണം, ഇത് ചെയ്യണം എന്ന് നമുക്കൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ അത് വളർത്തി വരികയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ മടി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ നാളെ മുതൽ ഇന്നതൊക്കെ ചെയ്യാം, രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് ഈ ജോലി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഈ ജോലി, അങ്ങനെയൊക്കെ എഴുതി വെച്ച് പ്ലാൻ ചെയ്തൊക്കെ ഒരു മടി മാറ്റാൻ ശ്രമിക്കാം. പക്ഷേ അതെല്ലാം നടക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ ചില കാര്യങ്ങൾ കൊണ്ട് ഓരോ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോവും. അതൊന്നും പറ്റത്തില്ല. പിന്നെ ചിലപ്പോൾ അടുത്ത വർഷം പുതുവത്സരം തുടങ്ങുമ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യും എന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് ആരംഭശൂരത്തേ ഉള്ളൂ. ഒരു ദിവസം 2 ദിവസം, അത് കഴിയുമ്പം വീണ്ടും അതേപോലെ ആയിപ്പോവും. അത് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ തന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അതേസമയം ഇതൊന്നും ഇല്ലാതെ അവരവർ തന്നെ തീരുമാനിച്ച് അവരവർക്ക് തന്നെ ഈ പോകുന്ന സമയം നമുക്കിനി കിട്ടില്ല എന്നൊരു ചിന്ത നമുക്ക് വരണം. ഇന്നത്തെ ഈ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് ആ സമയം കിട്ടത്തില്ല, ഇനി നാളത്തെ സമയമേ ഉള്ളൂ, അത് നമ്മുടെ കയ്യിൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുമെന്നും നമുക്കറിയത്തില്ല. അങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുകയും ചെയ്യും, സമയം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. അത് പക്ഷേ ശ്രമിക്കണം, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം, ഒരു ആത്മവിശ്വാസം വേണം. നമ്മളെക്കൊണ്ട് ഇത് പറ്റും, ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് പഠിക്കാനുള്ള, ഇപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? അതിൽ കുറച്ച് ഭാഗമെങ്കിലും പഠിച്ചു വെക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പഠിച്ചു തീർക്കാമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് പഠിക്കുന്ന ഈ ബുക്കിൽ പേപ്പറെല്ലാം ഇതെല്ലാം മറിച്ച് നോക്കിയിട്ട് ഇത്രയും പഠിക്കണം അങ്ങനെ ചിന്തിക്കരുത്. ആദ്യമേ നമ്മളെക്കൊണ്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് കുറച്ച് പഠിച്ച് തുടങ്ങണം. പിന്നെ നമുക്ക് ക്ഷീണിക്കുന്നിടം വരെ പഠിക്കുക, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം എഴുന്നേറ്റ് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ആ മടി മാറ്റി ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ വീട്ടമ്മമാർ രാവിലെ എഴുന്നേറ്റ്, ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ കുറേ ജോലികളൊക്കെ അങ്ങ് ഒതുങ്ങും. പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ കിടന്നുറങ്ങാതെ അല്പം പച്ചക്കറി കൃഷിയോ പിന്നെ പൂക്കൾ
ചെടികളൊക്കെ നട്ട് വളർത്തുകയോ അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയങ്ങളൊക്കെ പോവുകയും അലസത മാറുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കണം എപ്പോഴും. അപ്പോൾ നമ്മളെ മടി ഒരുപാട് മാറിക്കിട്ടും. ഈ മടി കൂടി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര അലസതയിലേക്കും പിന്നെ ഒരു ഡിപ്രഷൻ, പിന്നെ എപ്പോഴും കിടന്നുറങ്ങണം, ഒരു ജോലിയും ചെയ്യാനില്ല, ഇപ്പോൾ തുണി കഴുകാൻ വയ്യ, അതവിടെ അങ്ങനെ കൂട്ടിയിടുക, അങ്ങനെയൊക്കെ അങ്ങ് ജീവിതത്തിൽ അങ്ങ് ഒരു ആഹാരം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി അവിടെ കാണും കിടക്കുക, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ജീവിതത്തിൽ മുന്നേറാനുള്ള ഇതങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് അങ്ങനെയൊന്നും വരുത്താതെ എല്ലാവരും മടിയൊക്കെ മാറ്റി നല്ല ഊർജ്ജസ്വലതയോടെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്ത് ഉള്ള സമയം നന്നായിട്ട് വിനിയോഗിച്ച് നമ്മൾ ഈ മടിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടും. അലസതയൊക്കെ മാറ്റി അങ്ങനെ പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ എൻ്റെ തനിയെ തോന്നുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ലാതെ എനിക്കിത് കൂടുതലായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. നമുക്ക് തന്നെ അല്ലാതെ ഒരാളുടെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടോ ഒന്നും പെട്ടെന്നങ്ങ് മടിയൊന്നും മാറത്തൊന്നുമില്ല. കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുക ഇതൊക്കെ ചെയ്യണം. പക്ഷേ അത് അവരവർ തന്നെ ശ്രമിച്ചാൽ മാത്രമേ ഈ മടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നു, അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.